അന്ന് അവൾക്ക് വെറും 27 വയസ്സ്. പക്ഷെ ഒരു നടിയുടെ ജീവിതം മരണം കൊണ്ടല്ല ഇപ്പോഴും അവസാനിക്കില്ല. റാണിയുടെ കാര്യത്തിൽ അത് വളരെ വ്യക്തമാണ്. അവൾ അഭിനയിച്ച സിനിമകൾ പിന്നീട് പുറത്തിറങ്ങി. സ്വപ്നാടനം അവളുടെ അഭിനയശേഷിയുടെ തെളിവായി മാറി. ഭദ്രകാളി അവരുടെ തമിഴ് സിനിമയിലെ അവസാന ഓർമ്മയായി. അവർ ഇല്ലാതായെങ്കിലും തിരശീലയിൽ റാണി തുടർന്നു. ഇതാണ് സിനിമയുടെ ഏറ്റവും വിചിത്രമായ ശക്തി. നമ്മുടെ മുന്നിൽ ഒരാൾ ഇല്ലാതാകും, പക്ഷെ സ്ക്രീനിൽ അവർ വീണ്ടും വീണ്ടും വരും. ചിരിക്കും, സംസാരിക്കും, കരയും, നമ്മളെ നോക്കും, അവരുടെ ശബ്ദം കേൾക്കും. അങ്ങനെ 27-ാം വയസ്സിൽ ജീവിതം അവസാനിച്ച റാണി ചന്ദ്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് മലയാളിയുടെ ഓർമ്മയിൽ ജീവിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, റാണി ചന്ദ്ര 1976 ഒക്ടോബർ 12 ആ വിമാനത്തിൽ കയറിയില്ലായിരുന്നെങ്കിൽ സ്വപ്നാടനത്തിന് ശേഷം അവർ ചെയ്തിരുന്ന സിനിമകൾ എങ്ങനെയായിരുന്നേനെ? KG ജോർജിന്റെ പിന്നീട് വന്ന സിനിമകളിൽ അവർ ഉണ്ടായിരുന്നെങ്കിൽ IV ശശിയുടെ സിനിമകളിൽ അവരുടെ യാത്ര എവിടെ എത്തിയേനെ? തമിഴിൽ അവർക്ക് എത്രത്തോളം ഉയരാൻ പറ്റിയേനെ? ഒരുപക്ഷെ ഇന്ന് നമ്മൾ റാണി ചന്ദ്രയെ ഒരു അകാലത്തിൽ പൊലിഞ്ഞ നടി എന്നല്ല, മലയാള സിനിമയിലെ ഏറ്റവും വലിയ നായികമാരിൽ ഒരാൾ എന്നായിരിക്കും ഓർത്തിരുന്നത്. പക്ഷേ ചരിത്രം അങ്ങനെ സംഭവിച്ചില്ല. അവൾക്ക് കിട്ടിയത് വെറും 27 വർഷം. എന്നിട്ടും ആ 27 വർഷത്തിനുള്ളിൽ ഒരു മിസ് കേരളയായി, ഒരു നർത്തകിയായി, ഒരു കുടുംബത്തിന്റെ താങ്ങായി, ഒരു നായികയായി, ഒരു സംസ്ഥാന അവാർഡ് ജേതാവായി, KG ജോർജിന്റെ ആദ്യ നായികയായി, IV ശശിയുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരാളായി. അവസാനം സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ ഒന്നായി റാണി ചന്ദ്ര. ചില താരങ്ങൾ നക്ഷത്രങ്ങളെ പോലെ വർഷങ്ങളോളം ആകാശത്ത് നിൽക്കും. ചിലർ ഒരു ലുക്കയെ പോലെ വന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. അല്പസമയം മാത്രം പ്രകാശിക്കും, പിന്നെ അപ്രത്യക്ഷമാകും. പക്ഷെ അവർ തെളിച്ചുപോയ വെളിച്ചം മാത്രം നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മായില്ല. റാണി ചന്ദ്രയും അങ്ങനെ ഒരു നക്ഷത്രമായിരുന്നു. 27 വർഷം മാത്രം ജീവിച്ചെങ്കിലും കാലത്തെ തോൽപ്പിച്ച ഒരു നടി. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇനിയും കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.